ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇന്നിവിടെ ഒരു കിടിലൻ മീൻകറി ആട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. സാധാരണ മീൻകറിയല്ല, മീൻ രസമാണ് കേട്ടോ. നമ്മൾ രസം കഴിക്കാറുണ്ട്, മീൻ പല ടൈപ്പിൽ നമ്മൾ കറി വെച്ച് കഴിക്കാറുണ്ട്. പക്ഷെ മീൻ രസം നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല, അത്രയും ടേസ്റ്റിയാണ് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ളൊരു മീൻ കറി ആയിരിക്കും ഇത്. മീൻ രസം എന്ന് അതിനെ പറയുക കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് മീനാണ്, പച്ചമീൻ. അത് ഏത് മീൻ വേണമെങ്കിലും ആവാട്ടോ, അയില മീനോ മത്തിയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലോട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത് നാലും ഇട്ടിട്ട് നന്നായി ഒന്ന് തിരുമ്മി വെക്കുക കേട്ടോ. അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ്, പിന്നെ വാളംപുളിയാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്, കുടംപുളി യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയില. ഇത്ര മാത്രം മതി. ഈ ചുരുങ്ങിയ ചേരുവകൾ കൊണ്ട് നമുക്ക് മീൻ രസം ഉണ്ടാക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റിയാണ്, കിടിലനാണ്, അതേപോലെ തന്നെ വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ ഗൈസ്. അതിനായിട്ട് നമുക്ക് ഈ തക്കാളിയും വാളംപുളിയും അതുപോലെ തന്നെ മല്ലിയിലയും കൂടി ഒന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മല്ലിയില, തക്കാളി, വാളംപുളി, കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം വളരെ കുറവ് ചേർത്താൽ മതി, കാരണം തക്കാളിയിൽ വെള്ളം ഉണ്ടാവും. ഇനി ഇതിലോട്ട് നമ്മൾ കുരുമുളക് പൊടി മാത്രം ചേർക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് ചേർത്താലോ. 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ബാക്കി പ്രോസസ്സൊക്കെ തുടങ്ങാം കേട്ടോ. അപ്പം നമ്മൾ ഗ്യാസിലോട്ടൊരു പാൻ വെച്ചു. അതിനുശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണോ അത് ഒഴിക്കുക കേട്ടോ. അതിനുശേഷം കുറച്ച് ഉലുവ ഇട്ടു കേട്ടോ. അപ്പോൾ ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച മല്ലിയിലയും തക്കാളിയും അതുപോലെ തന്നെ വാളംപുളിയും കൂടി അരച്ച് വെച്ചതുണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഉപ്പൊന്ന് നോക്കുക കേട്ടോ. ഉപ്പോ എരിവോ ഒക്കെ കുറവുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായി ഒന്ന് ആവട്ടെ. അതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികൾ തുടങ്ങാം കേട്ടോ. അപ്പോൾ നല്ല തിള വന്നിട്ടുണ്ട്, നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ച ഏത് മീൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. മീനിലോട്ട് നമ്മൾ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം തിരുമ്മിയിട്ടുണ്ട്. അപ്പം ഇനി ഇതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മീൻ രസം ഇതവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്, വെറൈറ്റിയാണ്. ഇതുവരെ നിങ്ങൾ ഇങ്ങനൊരു കറി കഴിച്ചിട്ടുണ്ടാവില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ, സൂപ്പറാണ്. അപ്പം ഇനി ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലോട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ കറി ഓക്കെ ആയിട്ടോ. അപ്പം ഇനി മല്ലിയില ഇട്ട് കൊടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതാ കണ്ടോ, അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട്. അതൊന്ന് ഇളക്കി കൊടുക്കുക, മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതാ കണ്ടില്ലേ, സൂപ്പറാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, വെറൈറ്റി അല്ലേ ഇത്. ഇതാ കണ്ടോ, ഇതാ മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, കിടിലനാണ്, അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ മീൻ രസം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യില്ലേ. അപ്പോൾ നമുക്ക് വെറൈറ്റി ഡിഷസൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഫ്രണ്ട്സ്. നമ്മുടെ കിടിലൻ മീൻ രസം ഇതാ നമ്മളൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മല്ലിയില കൊണ്ട് നമ്മളതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, അടിപൊളിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ഡിഷസ് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും നമ്മുടെ വീഡിയോസ്. അപ്പോൾ വെറൈറ്റി ഡിഷസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.